ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനും മമ്മിയും കൂടെ ആറ്റുകാൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോകാൻ മാത്രം എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, മുട്ടിന് വേദനയില്ല, കാലിന് വേദനയില്ല, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷെ വേറെ എവിടെയെങ്കിലും വിളിച്ചാൽ അവിടെ വേദന, ഇവിടെ വേദന, വരുന്നില്ല, ഇതൊക്കെയാണ് പറഞ്ഞ് ഒഴിവാക്കും. പക്ഷെ അമ്പലത്തിൽ പോകാൻ വിളിച്ചാൽ ആൾ വന്നിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഊബറൊക്കെ ബുക്ക് ചെയ്ത് ആറ്റുകാലെത്തി. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി നമ്മളവിടെ എത്തിയപ്പോൾ. അപ്പോൾ എന്നിട്ട് നമ്മൾ ദേവിക്ക് മാലയും ഹാരവും മാലയൊക്കെ മേടിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അർച്ചനയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് പോയി. മമ്മി അർച്ചന എഴുതാൻ പോയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അർച്ചനയ്ക്ക് വേണ്ടിയിട്ട് അർച്ചന എഴുതാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴേക്കും ഞാൻ ചുമ്മാ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കായിരുന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ. 9 മണി ആയിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല വെയിലായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഉള്ളിലോട്ട് പോയി. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഫോൺ അലൗഡ് അല്ല, പുറത്തുനിന്ന് നമുക്ക് വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അവിടെ കൗണ്ടറുണ്ട്, നമ്മൾ കൗണ്ടറിൽ കൊടുത്തിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ സെക്യൂരിറ്റി നമ്മളെ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല വഴക്ക് കിട്ടും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം ദേവിക്ക് ചാർത്തിയ മാലയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. കുറച്ച് നേരം അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ അമ്പലക്കുളത്തിലൊക്കെ പോയി. അമ്പലക്കുളത്തിലൊക്കെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം 1 മണി 1:30 എന്തോ ആയി. അപ്പം രാവിലെ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ മസാല ദോശ പറഞ്ഞു, മമ്മി ഊണും പറഞ്ഞു കേട്ടോ. ബട്ട് മസാല ദോശ ഓർഡർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഊണ് മതിയായിരുന്നു. ബിക്കോസ് ഊണ് നല്ല ഊണായിരുന്നു, പോരാനും പായസവും വെറൈറ്റി കറീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഊണ് മതിയായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ വിശപ്പ് കാരണം എന്നറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ദോശ. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മറ്റേ വെജിറ്റേറിയൻ ഷോപ്പ്, പേര് ഞാൻ മറന്നു കേട്ടോ. എപ്പം അമ്പലത്തിൽ പോയാലും നമ്മൾ മസാല ദോശ കഴിക്കും. പിന്നെ നമ്മൾ ആ വഴി വന്നപ്പോഴത്തേക്കും അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ കയറി മസാല ദോശയും കഴിച്ചു, മമ്മി ഊണും കഴിച്ചു. അവിടെ നിന്ന് പിന്നെ നമ്മൾ പോന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓട്ടോയിൽ പിന്നെ അവിടെ നിന്ന് കയറിയതിന് ശേഷം നേരെ വീടെത്തി ആകെ ടയേർഡായി. കുറച്ച് നല്ല വെയിലുണ്ടായിരുന്നു. ആ ഒരു ടയേർഡാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.